ഉദ്യോഗജനകമായ കാത്തിരിപ്പിനൊടുവിൽ T20 വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. മലയാളികൾക്ക്, പ്രത്യേകിച്ച് സഞ്ജു സാംസണ് ഏറെ ആഹ്ലാദം നൽകിക്കൊണ്ട് സഞ്ജുവിനെയും ഓപ്പണർ കം വിക്കറ്റ് കീപ്പർ റോളിൽ ഇന്ത്യൻ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. സമകാലീന ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അകത്തളങ്ങളിൽ ഏറ്റവും സ്വാധീനമുള്ള ഗില്ലിനെ തഴഞ്ഞുകൊണ്ടാണ് സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സച്ചിൻ തെണ്ടുൽക്കർ, സുനിൽ ഗവാസ്കർ, അജിത് അഗാർക്കർ, രവീഷ് ശാസ്ത്രി തുടങ്ങിയ ഇന്ത്യൻ ക്രിക്കറ്റിലെ സ്വാധീന ശക്തികൾക്ക് വളരെ പ്രിയങ്കരനായ, വേണ്ടപ്പെട്ടവനായ നവരാജകുമാരനായ ശുഭ്മാൻ ഗില്ലിനെ തഴയാൻ സെലക്ടർമാർ നിർബന്ധിതരായിത്തീരുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. ടാലന്റും ഒപ്പം സ്വാധീന ശക്തിയുമുള്ള കളിക്കാരനാണ് ഗിൽ. ഗില്ലിൻ്റേത് സ്ഥിരമായ ഒരു പുറത്താക്കലല്ല. ഇത്തരുണത്തിൽ ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച വെടിക്കെട്ട് ബാറ്റ്സ്മാനായിരുന്ന ഫിയർലെസ് ബാറ്റ്സ്മാനായിരുന്ന കൃഷ്ണമാചാരി ശ്രീകാന്തിന്റെ വാക്കുകൾക്ക് സഞ്ജു വില കൽപ്പിക്കേണ്ടിയിരിക്കുന്നു. സഞ്ജു സാംസൺ പലപ്പോഴും 30 റണ്ണുകളിലും 35കളിലും 40കളിലും ഒക്കെ പുറത്താകാറുണ്ട്. സഞ്ജുവിനോട് ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച ഓപ്പണറായിരുന്ന, വെടിക്കെട്ട് ബാറ്റ്സ്മാനായിരുന്ന കൃഷ്ണമാചാരി ശ്രീകാന്തിന്റെ ഉപദേശം ഇങ്ങനെയാണ്: സഞ്ജു 37 റൺ എന്നുള്ളത് 73 റണ്ണാക്കാൻ ശ്രമിക്കണമെന്നും കൂടുതൽ ശ്രദ്ധിക്കണമെന്നും കൂടുതൽ മച്യൂരിറ്റി കാണിക്കണമെന്നുമാണ് ശ്രീകാന്ത് ഉപദേശിച്ചിരിക്കുന്നത്. കൃഷ്ണമാചാരി ശ്രീകാന്ത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സഞ്ജുവിന് സമാനമായ അഗ്രസീവ് ബാറ്റിംഗ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു ബാറ്റ്സ്മാനാണ്. ആദ്യ ഓവറുകളിൽ തന്നെ സിക്സറുകൾ പായിക്കുവാൻ വിരുദ്ധനായിരുന്നു ശ്രീകാന്ത്. പ്രത്യേകിച്ച് പാകിസ്ഥാനെതിരെയുള്ള മത്സരങ്ങളിൽ ആദ്യ ഓവറുകളിൽ, ആദ്യ ബോളിൽ തന്നെ സിക്സർ പറത്തുക എന്നുള്ളത് ശ്രീകാന്തിന് ഒരു ഹരമായിരുന്നു. കളിക്കളത്തിൽ അഗ്രസീവ് ആയിരുന്നതിനാൽ ശ്രീകാന്തിനും കൂറ്റൻ സ്കോറുകൾ പലപ്പോഴും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ അനുഭവം വെച്ചാണ് ശ്രീകാന്ത് സഞ്ജുവിനെ ഉപദേശിച്ചിരിക്കുന്നത്. കൃഷ്ണമാചാരി ശ്രീകാന്തിന്റെ ഉപദേശം ഗുഡ് നേച്ചേർഡായി കണ്ടുകൊണ്ട് കളിക്കളത്തിൽ സഞ്ജു കൂടുതൽ മച്യൂരിറ്റി കാണിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം 100 കണക്കിന് യങ് ക്രിക്കറ്റേഴ്സ് ഉള്ള ഇന്ത്യൻ ക്രിക്കറ്റിൽ സഞ്ജു ഉൾപ്പെടെയുള്ള പ്രമുഖ താരങ്ങൾ ആരും തന്നെ അനിവാര്യരല്ല എന്ന ബോധ്യവും എപ്പോഴും മനസ്സിൽ ഉണ്ടായിരിക്കണം.